السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ലവരായ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടവനാണ് വിശ്വാസി. അതിൽ ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട, അവൻ്റെ ജീവിതത്തിൽ ധാരാളം നന്മകൾ കൊണ്ടുവരാൻ സാധ്യമാകുന്ന, ഒരുപാട് ഷർറുകൾ, ഉപദ്രവങ്ങൾ ഇല്ലാതെയാകാൻ കാരണമാകുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ നാം കേൾക്കുകയുണ്ടായത്. അത്തഗാഫുൽ അഥവാ വിട്ടുവീഴ്ച കാണിക്കുക, പുറത്തു കൊടുക്കുക, ക്ഷമിക്കുക എന്നൊക്കെ വിശദീകരിക്കാവുന്ന ഒരു സ്വഭാവം. നമ്മളോട് പലരും നമ്മെക്കുറിച്ച് പുറത്തൊക്കെ പലതും പറയുന്നുണ്ടാകാം. നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ മോശമായി പെരുമാറിയവരുണ്ടാകാം. നമ്മളുടെ കാര്യത്തിൽ മോശമായി ഇടപെട്ട ആളുകളുണ്ടാകാം. അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഈ പദത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഖുതുബയിൽ നാം കേട്ടതുപോലെ നല്ല മാന്യന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവമാണിത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് രൂപത്തിലുള്ള പിണക്കങ്ങളും പരസ്പരം ദേഷ്യപ്പെടലും പരസ്പരം പിണങ്ങി നിൽക്കലുമൊക്കെ ഇല്ലാതെയാക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ് ഈ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഖുതുബയുടെ തുടക്കത്തിൽ നാം കേൾക്കുകയുണ്ടായി. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാർ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വന്തം നാട് വിട്ട് മിസ്റിലേക്ക് പോകാൻ കാരണക്കാരായ സഹോദരന്മാർ പിന്നീട് ആ സഹോദരന്മാരെ കാണുന്ന സമയത്ത് അവരെ യൂസുഫ് നബി തിരിച്ചറിഞ്ഞു. പക്ഷേ യൂസുഫ് നബി അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവർക്കന്ന് ആവശ്യമാണ്. യൂസുഫ് നബി അന്നൊരു ഉയർന്ന സ്ഥാനത്തിലാണുള്ളത്. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഫഅസറഹാ യൂസുഫു ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും എന്നാണ്. യൂസുഫ് നബി ഇത് ഞാൻ നിങ്ങളുടെ സഹോദരനാണ് എന്ന കാര്യത്തെ മറച്ചു വെച്ചു എന്നുള്ളതാണ്. അത് പരസ്പരം അവിടെ യൂസുഫ് നബി അലിഹിസ്സലാമിന് പറയാമായിരുന്നു അവരുടെ മുമ്പിൽ ഒരു അഹംഭാവം നടിക്കാൻ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഞാൻ നിങ്ങളുടെ നിങ്ങൾ കാരണം നാട്ടിൽ നിന്ന് പുറത്തായ നിങ്ങളുടെ ഒരു സഹോദരനാണ് ഞാനിന്ന് ഉയർന്ന സ്ഥാനത്തിലാണ് എന്നൊക്കെ യൂസുഫ് നബിക്ക് അവിടെ പ്രകടിപ്പിക്കാമായിരുന്നു. പക്ഷേ യൂസുഫ് നബി അലിസ്സലാം അതവിടെ മറച്ചു വെച്ചു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സ്വഭാവം പ്രവാചകന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അത്തഗാഫുൽ അതേപോലെ അൽ അഫു എന്ന രണ്ട് പ്രയോഗങ്ങൾ വിട്ടുവീഴ്ചക്ക് അറബിയിൽ പ്രയോഗിക്കാറുണ്ട്. അഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഒരാൾ മോശമായി പറഞ്ഞു, മോശമായി പെരുമാറി, അയാളോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം അയാൾക്ക് വിട്ടുവീഴ്ച നടത്തുന്നതിനാണ് അഫു എന്ന് പറയുന്നത്. എന്നാൽ തഗാഫുൽ എന്ന് പറഞ്ഞാൽ അയാളോട് ചോദ്യം പോലും ചെയ്യാതെ, അതിനെക്കുറിച്ച് അന്വേഷിക്കുക പോലും ചെയ്യാതെ, അത് നമ്മൾ അറിഞ്ഞില്ലെന്ന ഭാവത്തിൽ കഴിയലാണ് യഥാർത്ഥത്തിൽ തഗാഫുൽ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോടായി കൊണ്ട് പറഞ്ഞു, ലാ യുബല്ലിഗുനി അഹദും മിൻ അസ്ഹാബി അൻ അഹദിൻ ഷൈഅ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും നിങ്ങളുടെ മറ്റുള്ള സ്വഹാബികളെക്കുറിച്ച്, എൻ്റെ സ്വഹാബികളിൽ ആരും മറ്റു സ്വഹാബികളെക്കുറിച്ച് ഒന്നും എന്നോട് വന്ന് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്.
അയാൾ എങ്ങനെയാണെന്നോ അയാളുടെ സ്വഭാവത്തെക്കുറിച്ചോ, മറ്റുള്ളവരുടെ സ്വഭാവം, മറ്റുള്ളവരുടെ മോശമായ പെരുമാറ്റം, മറ്റുള്ളവരുടെ മോശമായ ഇടപെടലുകൾ, അങ്ങനെ മറ്റുള്ളവരെക്കുറിച്ചൊന്നും എന്നോട് ആരൊന്നും എന്ന് പറയണ്ട. കാരണം ഫഇന്നി ഉഹിബ്ബു അൻ ഉഖ്രിജ ഇലൈക്കും വഅന സലീമ സ്വദർ എന്നാണ്. കാരണം ഞാൻ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ അഭിസംബോധനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സലീമ സ്വദർ, നിങ്ങളെക്കുറിച്ച് ഒരു മനസ്സമാധാനത്തോടു കൂടി ശുദ്ധ മനസ്കനായിക്കൊണ്ട് നിങ്ങളിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. അഥവാ മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ നല്ല മനുഷ്യനാണെന്ന് കരുതിയ ഒരാളെക്കുറിച്ച് നമ്മളോട് വേറൊരാൾ വന്ന് പറയണം അയാൾ അങ്ങനെയല്ല, അയാൾക്ക് ഇങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട്, അയാൾ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ പിന്നീട് നമുക്ക് അയാളോടൊരു വിഷമമാണ്. അയാളെ കാണുമ്പോൾ, അയാളോട് സലാം പറയുമ്പോൾ അയാളോട് പിന്നെ നല്ല രൂപത്തിൽ വർത്താനം പറയാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്ത രൂപത്തിലായി പോവുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റുള്ളവരെ കുറിച്ച് ഒന്നും എന്നോട് നിങ്ങൾ ആരും വന്ന് പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു എന്നാണ്. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകം ഇന്ന് ഖുതുബയിൽ നാം കേൾക്കുകയുണ്ടായി. അത്തഗാഫുലു സുലുസ അൽ അഖ്ൽ എന്നാണ്. ബുദ്ധിയുള്ള ഒരാളുടെ ബുദ്ധിയുടെ 1/3 ഈ തഗാഫുൽ എന്ന് പറയുന്ന വിട്ടുവീഴ്ച എന്ന് പറയുന്ന സ്വഭാവമാണ് എന്നാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു ശ്രദ്ധേയമായ വാചകം, തിസ്അത്തു അഅശാരി ഹുസ്നുൽ ഖുൽഖി ഫി തഗാഫുൽ. ഹുസ്നുൽ ഖുൽഖ്, നല്ല സൽസ്വഭാവത്തിൻ്റെ 10ൽ 9 ഭാഗവും അത് വിട്ടുവീഴ്ചയാണ് എന്നുള്ളതാണ്. ഒരാൾക്ക് നല്ല സ്വഭാവമുണ്ടെങ്കിൽ ആ നല്ല സ്വഭാവത്തിൻ്റെ 10ൽ 9 അത് നല്ല സ്വഭാവമാണ്, തഗാഫുൽ വിട്ടുവീഴ്ചയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇന്നത്തെ നമ്മുടെ സമുദായത്തിൽ നമുക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, കുടുംബ ബന്ധത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത് യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നത്തിലും നമ്മൾ തലയിടുന്നത് കൊണ്ടാണ്. എന്തു നടന്നാലും നമുക്കവിടെ കയറി ഒരു അഭിപ്രായം പറയണം, അല്ലെങ്കിൽ നമുക്കവിടെ ഇടപെടണം, എല്ലായിടത്തും നമ്മുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന ചില ആളുകളുടെ വാശിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് പല കുടുംബ ബന്ധങ്ങളും അതേപോലെ പല പ്രശ്നങ്ങളും സുഹൃത്തുക്കൾക്കിടയിൽ പിണക്കങ്ങളുമൊക്കെ ഉണ്ടാകാൻ ഏറ്റവും വലിയ കാരണം ഈ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാഇസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. മാഇസ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഒരു സ്ത്രീയെ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നെ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയും പിന്നീട് മാഇസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യഭിചരിച്ചയാൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്ന ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് മാഇസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ത്രീ ഉണ്ടാകണമല്ലോ. ആ സ്ത്രീ ആരാണ് എന്ന് പ്രവാചകൻ അന്വേഷിച്ച് നടന്നത് ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. ആരാണ് ആ സ്ത്രീ? പ്രവാചകൻ ഒരു ഭരണാധികാരിയാണ്, ശിക്ഷ നടപ്പിലാക്കേണ്ടവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ടും പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല? ആരാണ് ആ സ്ത്രീ എന്ന് അന്വേഷിച്ച് നടന്നിട്ടില്ല. ആ സ്ത്രീ തന്നെ സ്വമേധയാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കയറി വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ നമ്മളോ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ്, ആരാണ് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞത്, അതിനെക്കുറിച്ച് പരിപൂർണമായി ചുഴിഞ്ഞന്വേഷിക്കാതെ നമ്മൾ അടങ്ങുകയില്ല. അതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്വഭാവം. അതൊരു വിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് തന്നെ ഒരാൾ മോശമായി പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ പോലും അത് മറച്ചു വെക്കുക, അത് ഒഴിവാക്കി വിടുക, അതിൽ വിട്ടുവീഴ്ച കാണിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഖുതുബയിൽ നാം കേൾക്കുകയുണ്ടായത്. അത് ഏറ്റവും അനിവാര്യമായി വരുന്നത് കുടുംബ ബന്ധത്തിലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഖതീബ് ഇന്ന് ഖുതുബയിൽ സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ ത്വലാഖുകൾ നടക്കുന്നത് കുടുംബ ബന്ധത്തിൽ പരസ്പരം ഈ വിട്ടുവീഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, കഴിഞ്ഞ ഖുതുബയിലും ആ ഹദീസ് നാം കേട്ടിരുന്നു. ലാ യഫ്റുഖു മുഅ്മിനു മുഅ്മിന, ഒരു മുഅ്മിനായ സ്ത്രീ, മുഅ്മിനായ ഒരു പുരുഷൻ മുഅ്മിനത്തായ ഒരു സ്ത്രീയെ പരസ്പരം വെറുക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം വെറുക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവരിൽ ഒരു സ്വഭാവത്തെ നീ വെറുക്കുകയാണെങ്കിൽ തൃപ്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് സ്വഭാവങ്ങൾ അവളിലുണ്ട്, അതിൽ നീ തൃപ്തിപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തഗാഫുൽ എന്ന് പറയുന്ന, വിട്ടുവീഴ്ച എന്ന് പറയുന്ന സ്വഭാവം
നല്ല രൂപത്തിൽ ഒരു വിശ്വാസിയിൽ ഉണ്ടാകുമ്പോൾ പരസ്പരം സ്നേഹബന്ധം വർദ്ധിക്കുവാനും അതേപോലെ തന്നെ പരസ്പരം വെറുപ്പ് ഇല്ലാതെയാകുവാനും ഒക്കെ അതൊരു കാരണമായി തീരും എന്നുള്ളതാണ്. ഖതീബ് പ്രത്യേകം സൂചിപ്പിച്ച ഒരു കാര്യം, വിട്ടുവീഴ്ച എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ദൗർബല്യം കാരണമല്ല, ലഅഫ് ദൗർബല്യം കാരണമോ അല്ലെങ്കിൽ നിങ്ങളത് അറിയാത്തത് കൊണ്ടോ അല്ല. പിന്നെന്താണ്? ബൽ ഹുവ സബ്റുൻ അല അദൽ ആഖരീൻ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്ഷമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കേണ്ടത്. അല്ലാതെ ഞാൻ അവിടെ ഇടപെട്ടില്ല എങ്കിൽ, എന്നെക്കുറിച്ച് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചില്ലെങ്കിൽ ഞാൻ എന്തോ ഒരു ദുർബലനാണ് എന്ന് ആളുകൾ വിചാരിക്കും. അങ്ങനെയാണ് ചില ആളുകൾ വിചാരിക്കുക. എന്നെക്കുറിച്ച് ഒരാൾ മോശമായി പറഞ്ഞിട്ടുണ്ട്, ഓനോട് പോയി നീ എന്തിനാ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് ഓനോട് ചോദിച്ചില്ലെങ്കിൽ ഞാനെന്തോ ഒരു ദുർബലനായ ആളുകൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഞാനത് അറിഞ്ഞിട്ടില്ല എന്നവർ വിചാരിക്കും. എന്നാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കൊന്ന് അറിയിക്കണം, അതാണ് ചില ആളുകൾ വിചാരിക്കുക. ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓനൊന്ന് അറിയിക്കണം, അതാണ് ചില ആളുകൾ വിചാരിക്കുക. അപ്പം അതൊന്നും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഹദീസുകളിലൂടെ പറയുന്നത് നമുക്ക് കാണാൻ, മഹാന അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ, അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അസർ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, മല്ലം യതഗാഫൽ തൻഖസിസു ഐഷതുഹു മല്ലം യതഗാഫൽ. ഈ തഗാഫുൽ എന്ന വിട്ടുവീഴ്ച എന്ന സ്വഭാവമില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭൂരിഭാഗം തന്നെ കുറഞ്ഞു പോയതുപോലെയാണ് എന്നാണ്. കാരണം അവൻ്റെ ഒരു ദിവസത്തിലെ ഭൂരിഭാഗം സമയവും അവൻ ചെലവഴിക്കുന്നത് എന്തിനായിരിക്കും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിരിക്കും, മറ്റുള്ളവരുടെ കാര്യത്തിലായിരിക്കും, സ്വന്തത്തെക്കുറിച്ചല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവൻ്റെ കൂടുതൽ സമയവും അവൻ ചെലവഴിക്കുക. അപ്പോൾ സ്വാഭാവികമായും നന്മകൾ ചെയ്യേണ്ട, ഹൈറുകൾ ചെയ്യേണ്ട, അവൻ്റെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മകൾക്ക് കാരണമാകുന്ന പല കാര്യങ്ങളും ചെയ്യാൻ അവന് സമയമുണ്ടാവുകയില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും അപകടകരമായ കാര്യം എന്നുള്ളതാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്നെ തുടർന്നു കൊണ്ട് പറഞ്ഞു, അത്തഗാഫുൽ യർഫഉ ബലാഅൻ കസീറ, ഒരുപാട് ഉപദ്രവങ്ങൾ ഇല്ലാതെയാക്കാൻ ഈ വിട്ടുവീഴ്ചകൾ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് മഹാനായ അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. പ്രത്യേകമായി ഖതീബ് സൂചിപ്പിച്ചു, 3 കാര്യങ്ങളിൽ ഈ വിട്ടുവീഴ്ച എന്ന സ്വഭാവം ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മൾ കൊണ്ടു നടക്കേണ്ട 3 മേഖലകളുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് കുടുംബ ബന്ധത്തിലാണ്, പരസ്പരം മാതാപിതാക്കൾക്കിടയിലോ സഹോദരന്മാർക്കിടയിൽ അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഈ തഗാഫുൽ വിട്ടുവീഴ്ച എന്നുള്ളത് ധാരാളമായി ഉണ്ടാവേണ്ട ഒന്നാണ്. അതെന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നടന്നു എന്ന് വരാം. ഉപ്പയുടെ പെരുമാറ്റത്തിലോ ഉമ്മയുടെ പെരുമാറ്റത്തിലോ സഹോദരന്മാരുടെയോ സഹോദരിമാരുടെയോ ഒക്കെ പെരുമാറ്റത്തിൽ എല്ലാം നമുക്ക് തൃപ്തിപ്പെടുന്ന സ്വഭാവമായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് വിഷമമുണ്ടാക്കുന്നിടത്തൊക്കെ നമ്മൾ ഇടപെട്ട് അവിടെ ഒക്കെ പരിഹാരമുണ്ടാക്കാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കുടുംബ ബന്ധം മുറിയുക എന്ന അപകടകരമായ വൻ പാപത്തിലേക്ക് അത് എത്തിക്കും. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വെക്കണം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്പരം പൊരുത്തപ്പെടണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു നല്ല കുടുംബ ബന്ധം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഖതീബ് സൂചിപ്പിച്ചത്. രണ്ടാമത്തേത് തഗാഫുലു ബൈന സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള തഗാഫുലാണ് അല്ലെങ്കിൽ പരസ്പരമുള്ള വിട്ടുവീഴ്ചയാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉത്തമമായ ഉദാഹരണം അതിന് ഖതീബ് ഖുതുബയിൽ സൂചിപ്പിക്കേണ്ടായി. സൂറത്തു തഹ്രീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ഒരു പ്രത്യേകമായ ഒരു കാര്യം രഹസ്യമായി പറയുകയുണ്ടായി. അത് ഏതാണ് സംഭവം, ഏതാണ് കാര്യം എന്നുള്ളത് മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും ഹഫ്സ റളിയല്ലാഹു അൻഹയോട് രഹസ്യമായ ഒരു കാര്യം പറഞ്ഞു, ഇതാരോടും പറയരുത് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഹഫ്സ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായും അത് ആയിഷ റളിയല്ലാഹു അൻഹയോട് അത് പറയുകയുണ്ടായി എന്നുള്ളതാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുഖേന അള്ളാഹു എത്തിച്ചു കൊടുത്തു, അള്ളാഹു അറിയിച്ചു കൊടുത്തു. പിന്നീട് പ്രവാചകൻ എന്താ ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൽഹറഹുല്ലാ, അള്ളാഹു എല്ലാം വ്യക്തമാക്കി കൊടുത്തു. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് മുഴുവനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രവാചകൻ ചെയ്തത് അറഫ ബഅലഹു വഅഅറള അൻ ബഅൽ, പിന്നീട് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്നാൽ വഅഅറള അൻ ബഅൽ, ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അത് മറച്ചു വെച്ചു.
അല്ലെങ്കിൽ പറയാതെ ഇരുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞ എല്ലാം നബിതങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന ഒരു വിഷമം ഹഫ്സ റളിയല്ലാഹുവിന്റെ മനസ്സിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുടുംബ ബന്ധത്തിൽ ഇത് അനിവാര്യമാണ്. നമുക്ക് പരസ്പരം ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കാൻ നിന്നാൽ, എല്ലാ കാര്യങ്ങളും എനിക്കനുകൂലമായി വരണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഒരിക്കലും ഒരു കുടുംബ ബന്ധം നിലനിൽക്കുകയില്ല. അത് പണ്ഡിതന്മാർ പറയുന്ന കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങൾ ഇടപെടുകയും വേണം. എല്ലാ കാര്യങ്ങളും, ചില ആളുകൾ അങ്ങനെയാണ്, എല്ലാം വിട്ടുവീഴ്ചയാണ്. അങ്ങനെയല്ല. ദീനിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അവിടെ ഇടപെടേണ്ടടുത്ത് ഇടപെടണം. പക്ഷേ എല്ലാത്തിലും ഇടപെട്ട് എല്ലാം പ്രശ്നമാക്കി തീർക്കുക എന്നുള്ളത് ഒരിക്കലും അനുയോജ്യമായ കാര്യമല്ല എന്നുള്ളതാണ്. മൂന്നാമതായി കൊണ്ട് സൂചിപ്പിച്ചത് അത്തഗാഫുലു ഫി തർബിയത്തിൽ അബ്ന, മക്കളെ വളർത്തുന്നിടത്ത് മക്കളുടെ തർബിയത്തിൻ്റെ കാര്യത്തിലുള്ള വിട്ടുവീഴ്ചകൾ എന്നുള്ളതാണ്. ഇതുപോലെ നേരത്തെ ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയം പറഞ്ഞതുപോലെ തന്നെയാണ് മക്കളുടെ കാര്യത്തിലും. മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും, അവരുടെ എല്ലാ ദൂഷ്യ സ്വഭാവങ്ങളും, അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല. ചിലയിടത്ത് അല്ലെങ്കിൽ ഭൂരിഭാഗം കാര്യങ്ങളിലും ദീനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടണമെന്നുള്ളതാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല പറയുന്നൊരു ശ്രദ്ധേയമായ വാചകമുണ്ട്. അദ്ദേഹം പറയുകയാണ്, മക്കളുടെ കാര്യത്തിൽ, ഹലാലായി മക്കൾ ചെയ്യുന്ന കാര്യത്തിൽ പോലും മാതാപിതാക്കൾ ഇടപെടാൻ തുടങ്ങിയാൽ ഹലാലായ കാര്യങ്ങളുണ്ടാകും, മതത്തെ ബാധിക്കാത്ത കാര്യങ്ങളുണ്ടാകും. അവിടെയൊക്കെ മാതാപിതാക്കൾ ഇടപെട്ട് അവിടെ ഒരു പ്രശ്നക്കാരായി കഴിഞ്ഞാൽ പിന്നീട് ഹറാമായ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ പോലും ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മക്കളുടെ കാര്യത്തിൽ ചില കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ടാകും, ചില കാര്യങ്ങൾ ഒഴിവാക്കി വിടേണ്ടതുണ്ടാകും. അപ്പോൾ ഇടപെടേണ്ടടുത്ത് ഇടപെടുകയും ഒഴിവാക്കി വിടേണ്ടടുത്ത് അവർക്ക് വിട്ടുവീഴ്ച പരസ്പരം ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ എല്ലാത്തിലും ഇടപെട്ട് ഒരു പ്രശ്നക്കാരനായ ഉപ്പയായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് നിർബന്ധമായും ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇടപെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഖത്തീബ് ഇവിടെ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ ഖുതുബയിൽ പ്രത്യേകം ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് തന്നെ ഖത്തീബ് നമ്മളോട് പറയുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമാണ് ഹയാ, ലജ്ജ എന്നുള്ളത്. പലപ്പോഴും ഈ വിട്ടുവീഴ്ച ലജ്ജയുള്ള ആളുകൾക്ക് മാത്രം കണ്ടുവരുന്ന ഒന്നാണ് വിട്ടുവീഴ്ച എന്നുള്ളത്. ലജ്ജയില്ലാത്ത ആളുകളാണെങ്കിൽ ചില ആളുകൾ പറയും, ഞാൻ എന്തുണ്ടെങ്കിലും മോത്തു നോക്കി പറയുമെന്ന് ചില ആളുകൾ പറയും. എന്തുണ്ടെങ്കിലും മോത്തു നോക്കി പറയുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല. വിശ്വാസി ചിലയിടത്ത് മിണ്ടാതിരിക്കേണ്ടടുത്ത് വിശ്വാസി മിണ്ടാതിരിക്കണം, ഇടപെടേണ്ടടുത്ത് ഇടപെടുകയും വേണം. ഇതാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. അപ്പം ലജ്ജ എന്നുള്ളത് അത് ഒരു വിശ്വാസിയുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ചുള്ള ധാരാളമായ ഹദീസുകൾ നാം കേട്ടതാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. നമ്മൾ ലജ്ജ കാരണം ചില കാര്യങ്ങളിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് എനിക്കെന്തോ നഷ്ടപ്പെട്ടു എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാദിഖുൽ മസ്ദൂഖായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ലാ യഅതി ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ നിങ്ങൾക്ക് ലജ്ജിക്കുന്നത് കാരണം ലഭിക്കുകയില്ല എന്നുള്ളത്. അപ്പം ലജ്ജ കാരണം ചില കാര്യങ്ങളിൽ നമ്മൾ മിണ്ടാതിരുന്നാൽ പോലും വലിയ നന്മകൾ അതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പരസ്പരമുള്ള ബന്ധവും അതേപോലെ പരസ്പരമുള്ള സ്നേഹവും പരസ്പരമുള്ള കാരുണ്യവും അത് വളർത്തുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അനിവാര്യമാണ്. അത് നമ്മുടെ പരലോക വിജയത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യവുമാണ്. അതുകൊണ്ട് അതിന് സഹായകമാകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അതിന് തടസ്സമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നല്ല ബന്ധങ്ങൾ നിലനിർത്താനും ആ ബന്ധങ്ങൾ പരലോകത്ത് ഉപകാരപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.